ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വാക്കുകളെ പ്രകാശം നിറച്ച് വചനമാക്കിയ, ചങ്കും ചോരയും തിന്ന് നമ്മളെ സ്നേഹിച്ച നല്ല ദൈവത്തിന് പകരം സ്നേഹമാകുവാൻ നമുക്ക് അവിടുത്തെ അറിയുവാൻ ശ്രമിക്കാം. അതിനായി അവിടുത്തെ വചനങ്ങൾക്ക് കാതോർക്കാം, ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാം. ഇന്ന് ഈശോ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ്. അതിൽ ഈശോ പ്രതിപാദിക്കുന്നത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമായ ആകുലതയെക്കുറിച്ചാണ്. എന്തു ഭക്ഷിക്കും, എന്ത് ധരിക്കും, എങ്ങനെ സമ്പാദിക്കും? ഈശോ പറയുന്നു, എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം. പിതാവിനെ അറിയാത്ത ഈ ലോകത്തിന്റെ ജനതയാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ലോകത്തിലേക്ക് നോക്കി ഈശോ പറയുന്നു, ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, അവന്റെ കൽപ്പനകളെ അംഗീകരിക്കുന്ന ചെറിയ അജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കായി സ്വർഗരാജ്യം ഒരുക്കുന്നു. ഈ പീഡാനുഭവകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ചെറിയ അജഗണത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളെ ഇത്രയധികം സ്നേഹിച്ചിട്ടും നമ്മളെ ഇത്രയധികം മാനിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മളുടെ ഹൃദയം അന്ന് നല്ല ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്നത്? അതിനായി ഈശോ പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയമെന്ന്. ഒരു നിമിഷം നമുക്ക് നമ്മളുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്നത്, ഓടി നടന്ന് സമ്പാദ്യം കൂട്ടാൻ ആഗ്രഹിക്കുന്നതും ദൈവം ദാനമായി നൽകിയ, നമ്മൾ വെറും കാവൽക്കാർ മാത്രമാണ് അറിയുന്ന നമ്മുടെ മക്കളെ കുറിച്ചല്ലേ? നമ്മളെക്കാൾ കൂടുതൽ കരുതലും സ്നേഹവുമുള്ള ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, നിങ്ങൾ ഒന്നു മാത്രം അന്വേഷിച്ചാൽ മതി, അവിടുത്തെ രാജ്യം മാത്രം. ഈ പുണ്യദിനങ്ങളിൽ നമുക്കൊരു സ്വപ്നം കാണാം. ഈ നശ്വര ലോകം വിട്ട അനശ്വരതയിലെത്തുമ്പോൾ ആണിപ്പാടുള്ള കരങ്ങൾ പിടിച്ച് നമ്മുടെ പാപഭാരം ചുമന്ന് പാടുകൾ വീണ തോളിലേക്ക് ചാഞ്ഞ് ആനന്ദം മാത്രമുള്ള പർദീസിലൂടെ നമ്മുടെ സ്വന്തം നസ്രായനൊത്ത് നമ്മൾ നടക്കുന്ന സുന്ദര നിമിഷങ്ങളെ. അതിനായി ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ സമ്പാദ്യമെല്ലാം വിറ്റ് നിങ്ങൾ ദാനം ചെയ്യുവിൻ. കള്ളൻ കയറാത്ത, ചിതൽ നശിപ്പിച്ച് പഴകിപ്പോകാത്ത ആ നല്ല നിക്ഷേപങ്ങൾ നിങ്ങൾ അവിടെ സൂക്ഷിച്ചു വയ്ക്കുകയും ഈ പുണ്യദിനങ്ങളിൽ ആ നല്ല നിക്ഷേപങ്ങൾക്കായി നമ്മൾക്കൊരുങ്ങാം. നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ധ്യാനിച്ച് നന്മകൾ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നല്ല നസ്രായന്റെ കുരിശിന്റെ തണലിലെ നല്ലൊരു അഭയാർത്ഥികളായി തീരാം. അതിനായി നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, അതിനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു.